ഹലോ. താൻ നബീസിനോട് പോണ്ടാന്ന് പറഞ്ഞ് എന്നാ കേട്ടോ, നബീസു ഇപ്പൊ ഉമ്മയുടെ കൂടെ ഉണ്ട്. ഒരു ബുദ്ധിമോശം കൊണ്ട് എന്റെ കൂടെ ചാടി പോന്ന. പക്ഷേങ്കി ഓള് മാളിയക്കര തറവാട്ടിലെ മുത്താണ്. ഓൾ അമ്മാവന്മാര് പറഞ്ഞത് അനുസരിക്കൂ. തനിക്കിപ്പോ എന്താ വേണ്ടത്? എന്റെ മൂക്കിന്റെ താഴെ, അതായത് മേൽചുണ്ടിന്റെ മേലെ ഒരു സാധനമുണ്ട്, മീശ. അതങ്ങ് ഷേവ് ചെയ്ത് കള. എന്നിട്ടൊരു പൊട്ടും വെച്ച് സാരി ഉടുത്ത് നടക്കണം. സ്വന്തം ഭാര്യ ബലവെക്കാത്തവൻ ആ വേഷം നന്നായിട്ട് ചേരും. അതുകൊണ്ടാണ് താൻ മീശ വെക്കാത്തത്. എന്തു പറ്റി? പേടിച്ചു പോയി. ഓ നാട്ടിന്റെ തല കൊണ്ടാണ് സൂപ്പ് കുടിക്കുന്നെങ്കിൽ നിന്റെ കെട്ടിയോൻ കുറുക്കന്റെ തല കൊണ്ടാ സൂപ്പ് കുടിക്കുന്നത്. അല്ലെ ഇമ്മടെ തല കൊണ്ടുള്ള സൂപ്പ് ജമാല് കുടിക്കും. വല്യമ്മ വിളിച്ചപ്പോ മതി. എന്നെ ധിക്കരിച്ച് എപ്പ നീ വീട്ടിൽ നിന്ന് പോയോ ആ നിമിഷം പോയി. ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല, എന്റെ മനസ്സിൽ നിന്ന്. നോക്കണ്ട, കരുതിക്കുട്ടി എല്ലാരും കൂടി എന്നെ തോൽപ്പിക്കായിരുന്നു അല്ലേ? ഇല്ല, ഇനി കണ്ണൻ നിനക്ക് ആരുമല്ല. എന്റെ കരള് കുത്തി കീറിയിട്ട് എന്റെ മാനം കെടുത്തിയിട്ട് നാണുല്ലടി നിനക്ക് മാപ്പി വയ്ക്കാൻ. കണ്ണ, മുറ്റത്ത് നിർത്തിയുള്ള വിചാരണ വേണ്ട. ലോകത്തോട് കയറി. ഇവരുണ്ടല്ലോ, നിന്റെ ബന്ധുക്കളുണ്ടല്ലോ, ഒരിക്കലും ശപിച്ചേൽപ്പിച്ച മയ്യത്താടി നീ. ഇപ്പൊ കൊക്കുന്നകം കുറിപ്പിച്ച് കഴുകന്മാരെ പോലെ കൂടിയിരിക്കുക ചെറ്റകള്. എനിക്കാരുടെ വക്കാലത്തും വേണ്ട. മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തിയവൾക്ക് ഇനി വീട്ടില് സ്ഥാനമില്ല. പോയിക്കോ, അവരുടെ കൂടെ പോയിക്കോടി. നിനക്കെന്താ സ്വബോധം നഷ്ടപ്പെട്ടോ? എന്താ മോനെ ഇതൊക്കെ? നീ മദ്യപിച്ചിട്ടുണ്ടോ? അതെ, ഞാൻ മദ്യപിച്ചിട്ടുണ്ട്. അറിയോ, അത്രയ്ക്ക് ഞാനിവളെ സ്നേഹിച്ചു പോയി, വിശ്വസിച്ചു പോയി. പക്ഷെ ഇവളെന്നെ വഞ്ചിച്ചു. വഞ്ചന, മതം മാറ്റത്തിന്റെ പേരിൽ ഒരു പെണ്ണിനെ മാത്രമല്ല ഒരു സമുദായത്തെ മുഴുവൻ നീ വഞ്ചിച്ചു. അത് മറന്നു അല്ലേ? അരിയും തിന്ന് ആശാരിച്ചയും കടിച്ചിട്ട് പിന്നെ നായ മുന്നോട്ട്. ആണിനെ പെണ്ണനുസരിക്കും. ആണും പെണ്ണും കെട്ടവനായാലാ. പോയിക്കോണെല്ലാരും എന്റെ വീട്ടിൽ നിന്ന്. ഇനി ഒരു തെണ്ടി പോലോട് കണ്ടുപോരുത്. എനിക്കിനി ഇങ്ങനെ ഒരു ഭാര്യ ഇല്ല. ഒന്ന് വേദിരിക്കുന്ന നിങ്ങൾ എന്തോ നോക്കിക്കണത്? അതുവേ അതുവാൻ എനിക്കിവിടെ കാണണ്ട. എന്റെ മോളുവാ. ഒരിക്കൽ അമ്മാവന്മാരുടെ മുഖത്ത് കരുതേച്ച് ഓന്റെ കൂടെ ഇറങ്ങി പോയവളാ ഇവള്. ഇപ്പൊ കൈക്കുഞ്ഞുമായിട്ട് പെരുവഴി നിൽക്കുകയാണ്. ഇവിടെ വെച്ച് ഈ നിമിഷം തീരുമാനിക്കട്ടെ, ഇവക്ക് ഓന വേണോ അത് ഇമ്മളെ വേണോന്ന്. ഈ കയ്യിലടിച്ച് സത്യം ചെയ്യും. എല്ലാം ഉപേക്ഷിച്ച് പഴയ നച്ചുമോളായി ഞമ്മളോടൊപ്പം വന്നോളാമെന്ന്. ജമീല, ഇതിനെ പിടിക്ക്. നീ വാ മോളെ. ഏത് മോള്? ഓളെ വെളിയിൽ തള്ളി ഇങ്ങടെ മോൻ കഥ കടച്ചില്ലേ? അതോടെ ഈ ബന്ധം തീർന്നു. ഏറി പോയി തോപ്പി. നമ്മുടെ മോള് ബോധം വന്നോ? സ്വബോധമുള്ളപ്പോ സംസാരിക്കാൻ നോക്കിയിരിക്കായിരുന്നു. ഇന്നലെ രാത്രി കോമരം തുള്ളി വല്ല ഓർമ്മയുണ്ടോ? ഞങ്ങളും കൂടെ പറഞ്ഞോണ്ടല്ലേ അവള് ചടങ്ങിന് പോയത്. എടാ, പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും നിന്നേക്കാൾ കുറച്ചെങ്കിലും മൂത്തതാണല്ലോ നിന്റെ അച്ഛൻ. അതുകൊണ്ട് പറയാ, ഈ എടുത്തിയാട്ടം നല്ലതിനല്ല. രാവിലെ ഞാൻ ചെന്ന് വിളിച്ചിട്ട് നബീസ് വീട്ടിന് വെളിയിൽ ഇറങ്ങിയില്ല. പൊടിമോളെ പോലും ചോദിച്ചിട്ട് തന്നില്ല. വാശിയില്ല അവര്. അതിന് കുഞ്ഞ് അവളുടെ മാത്രമല്ലല്ലോ. എന്റെ കുഞ്ഞവിടെ? കുഞ്ഞാ? ഏത് കുഞ്ഞ്?
നിങ്ങൾ ആരാ മനസ്സിലായില്ല? ദേ, എന്താ കള്ളു കുടിച്ച് വെളിവില്ലാതെ വീണ്ടും പോരിന് വന്നാണ്? എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. ഏത് വകുപ്പില്? നിങ്ങളുടെ നിക്കാഹ് ആചാരപ്രകാരം നടന്നാണോ? അല്ല. നിയമപ്രകാരം നടന്നാണോ? അതും അല്ല. അപ്പൊ പിന്നെ ഇയാണ് കുഞ്ഞിന്റെ വാപ്പാന്നുള്ളതിന് എന്താണ് തെളിവ്? എടോ, സമുദായവും ബന്ധുക്കളും ഇല്ലാതെ നബീസു മനസ്സാ വരിച്ചതാ തന്നെ. ഇപ്പൊ ഓള് തന്നെ മനസ്സാ ഉപേക്ഷിച്ചു. നിനക്ക് പോകാം. എന്താ പറഞ്ഞതൊക്കെ മനസ്സിലായില്ലേ? നീ ഓള് തന്നെ ആ മുഖത്ത് നോക്കി പറയണമെന്നുണ്ടോ? നബീസു, ഇന്നലെ രാത്രിയും എന്തൊക്കെയോ സംഭവിച്ചു പോയി. ഒന്നും മനഃപൂർവ്വമല്ല. ഒരുപാട് സ്നേഹമുള്ള അങ്ങനെയൊക്കെ ഞാൻ എല്ലാരെയും ഉപേക്ഷിച്ച് നിങ്ങളുടെ കൈ പിടിച്ച് വന്നോളാം ഞാൻ. ആ എന്റെ മുഖത്ത നിങ്ങൾ വാതിൽ കൊട്ടി അടച്ചത്. പടച്ചോനെ പോലെ ഞാൻ കരുതുന്ന വല്യമ്മയെ തല്ലിയത്. വേണ്ട, ഇനി എനിക്ക് നിങ്ങളെ കാണണ്ട. നബീസു, ഇനി എന്താ പൊയ്ക്കൂടെ? ആട്ടി അകറ്റിയിട്ട് പോണില്ല എന്ന് വെച്ചാ പിടിച്ചിറക്ക എന്നെ. വാടാ, പോടാ. അയ്യോ മോൻ, എന്നാലും പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം. പോണം, പോയേ പറ്റുള്ളൂ. ഒന്നും കൂടെ ആലോചിച്ചിട്ട് പോരെ മോനെ. ആലോചിച്ചു. കമ്പനിയിൽ തിരിച്ച് ജോയിൻ ചെയ്യാന്ന് ഞാൻ സമ്മതിച്ചു. ബോംബെ ചെന്ന ടിക്കറ്റ് റെഡിയാവും. എല്ലാ അഭ്യാസങ്ങളും കഴിഞ്ഞു. ഒളിച്ചോടാൻ നീ ഒരു സ്ഥലവും കണ്ടെത്തി. ഈ അച്ഛനും അമ്മയും ഇനി എന്താ ചെയ്യേണ്ടത്? രണ്ടുപേരെ നാട്ടിലാക്കിയിട്ടേ ഞാൻ പോവുള്ളൂ. വേണ്ട മോനെ, ഒരു തീരാ ദുഃഖം പേറി വന്നവരാ നമ്മള്. ആ നെഞ്ചിൽ ഇനി ഒരു ഭാരം കൂടെ തന്ന് വേണ്ട, നമുക്ക് എങ്ങനെ പോണ്ട. പറ്റില്ലമ്മേ, ഇനി ഇവിടെ നിൽക്കാൻ അമ്മയുടെ മോനെ കൊണ്ടാവില്ല. പോയേ തീരൂ. ജമീല, അങ്ങനെ ആ ശല്യം പോയി. ഓളെ ഒരു നോക്ക് കാണാതെ പോവാൻ പറ്റുമോ നിനക്ക്? വേണ്ട, നിന്റെ കുഞ്ഞിനെ. നിന്റെ അള്ളാഹ്ക്കറിയാം നിങ്ങൾ ഒരുമിക്കാൻ ഞാൻ എത്ര കണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന്. നീ വിളിച്ച എല്ലാം മറന്ന് ഓള് വരുന്നു എന്റെ മനസാക്ഷി പറയുന്നുണ്ട്. ഒന്ന് വിളിച്ചൂടെ? ഈ മൂസുട്ടിന്റെ അവസാനത്തെ അപേക്ഷയാ. ചെല്ല്. വിളിക്കാം. ഓളെന്തീന് അകത്തിരുന്ന് കരയാ. നബീസു, ഇവൻ പോയില്ലേ ഒരു വിളി കേട്ട്? നബീസു, ശല്യം ചെയ്യാനല്ല, നിന്നെ ഒന്ന് കാണാനാ. വല്യമ്മാമയ്ക്ക് നീ തന്ന വാക്ക് മറന്നു അല്ലേ? കണ്ണീട്ടിനെ തിരിച്ചു വരില്ലേ? സ്നേഹം തേടി വന്നവരാ, കണ്ടില്ലേ? കണ്ണീരായിട്ടാ തിരിച്ചു പോണത്.
മല കുലുങ്ങിയാലും മമ്മത് കുലുങ്ങില്ല എന്ന് വെച്ചാ ഇന്നുകൊണ്ടൊരു തീരുമാനം നമുക്കറിയണം. അതിനാണ് ഉമ്മാനെ മോളെ വിളിച്ചു വരുത്തിയത്. തീരുമാനിക്കാനൊന്നുമില്ല. ഒരിക്കലും ഒരു കയ്യബ്ദം പറ്റി. അന്യജാതിക്കാരന്റെ കൂടെ പോയി. ഓനെല്ലാം ശിക്ഷ നൽകി. ഇനിയിപ്പോ ജമാലുമായിട്ടുള്ള നിക്കാഹ് അങ്ങ് നിശ്ചയിക്കാം. കണ്ടില്ലേ, ജമാലിപ്പ നല്ല മര്യാദക്കാരനാ. ഒരുത്തൻ ഉപേക്ഷിച്ചിട്ടും അതിലൊരു കൊച്ചുണ്ടായിട്ടും ഓ അന്നെ സ്വീകരിക്കാൻ തയ്യാറാണ്. അത് തന്നെ ഉണ്ടാ വലിയ മനസ്സല്ലേ നബീസു. എന്തേ ഈ സമ്മതം മൂളിയാ മതി, ബാക്കി കാര്യം നമ്മൾ ഏറ്റു. ഞാൻ പറഞ്ഞതാണല്ലോ, എന്റെ മോൾക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. മറ്റൊരു നിക്കാഹിനെ പറ്റി മനസ്സാ പോലെ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ലെന്ന്. സമ്മതം ചോദിക്കല്ല, പിടിച്ച് കെട്ടിക്കാണ് വേണ്ടത്. ഉമ്മാക്കൊന്ന് ഉപദേശിച്ചാലെന്താ? പറയാന്നല്ലാതെ കൊല്ലാൻ പറ്റോ? ഒരാൺതുണയില്ലാണ്ട് ഈ ജമ്മം തൊലയ്ക്കാനാ എന്റെ ഉദ്ദേശം. പാപ്പ മരിച്ചപ്പോ എന്റെ ഉമ്മ എനിക്ക് വേണ്ടി ജീവിച്ചില്ലേ, അതുപോലെ എന്റെ മോൾക്ക് വേണ്ടി ഞാനും കഴിഞ്ഞോളാം. ഈ കയ്യിലടിച്ച ഞങ്ങള് വാക്ക് തന്ന്, അതോണ്ടാ ഈ വേഷം കെട്ട്. ഈ ഒരു പ്രാവശ്യം കൂടി ക്ഷമിക്കേ. ക്ഷമിച്ചാ നമ്മള് വാക്ക് പാലിച്ചിരിക്കും. മാഷ് പറഞ്ഞ പോലെ വെറുതെ ഇട്ടാ നശിക്കില്ലോന്ന് കരുതി വീടൊക്കെ ഞാൻ ഭംഗിയാക്കിയിട്ടുണ്ട്. അതേതായാലും നന്നായി. 1-2 വർഷം ആളില്ലാതെ കിടന്ന് വീടാൻ തോന്നൂല. ഓളവിടെ ഉണ്ടാവില്ല. പള്ളിക്കാരെ കൊണ്ടും പ്രമാണിമാരെ കൊണ്ടും ഓളുടെ മനസ്സൊന്ന് മാറ്റിയെടുക്കാൻ ആവതും പാടുപെടുന്നുണ്ട്. ഹേയ് നമ്മടെ കുഞ്ഞുമ്മക്കേ പൊടിമോളല്ലത്. പൊടിമോളെ നിക്ക്. എല്ലാത്തിനും വിഷം കുത്തിച്ചിരിക്ക ആ കുഞ്ഞുമുക്ക. എന്റെ മടിയിൽ വളരുന്ന മോളാ അത്. കണ്ടില്ലേ? അമ്മ വിഷമിക്കാതിരി, എല്ലാം നേരെയാവും. എത്തിയോ? എന്താ ഇത്ര വൈകിയത്? ഒരു വിശേഷമുണ്ട്. ഇങ്ങടെ ആളെ ഞാൻ കയ്യോട് കൊണ്ടുവന്നിട്ടുണ്ട്. അതേടി, ആളിപ്പോ നല്ല ചുള്ളനായിട്ടുണ്ട്. ആരുടെ കാര്യം നിങ്ങൾ ഈ പറയുന്നേ? നിന്റെ കെട്ടിയോന്റെ കാര്യം, അല്ലാതെ ആരുടെയാ? എനിക്ക് കേക്കണ്ട. നിനക്ക് അയാളെ കാണണമെന്നില്ലേ? എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞില്ലേ? പാവം, എത്ര നേരമെന്നറിയോ കാത്തിരിപ്പ് തുടങ്ങിട്ട്. പാവം തോന്നുന്നുണ്ടെങ്കിലേ കൂടെ പോയി പുറത്തോ. നമ്മള് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നത് വെറുതെ ആവോ? ഇജ്ജ് കണ്ടില്ലേ, അപ്പുറത്തൊരൊക്കെ വന്നെങ്കിൽ വെറ്റിലും താലി എടുത്തോണ്ട് പോയി സൽക്കരിച്ചോ. ആരാവര് ഇപ്പൊ വന്നിരിക്കണ അന്വേഷിക്കാൻ? എന്താ ഇവക്ക് പറ്റിയേ? എല്ലാം കൊണ്ട് തീ തിന്നെ എന്റെ മോള്. പഠിച്ചൻ എന്തിനാ നമ്മൾ ഇങ്ങനെ പരീക്ഷിക്കണത് ഉമ്മ? വിശ്വസിക്കുന്നവരെ പഠിച്ചവൻ കൂടുതൽ പരീക്ഷിക്കും. എന്റെ മോള് കരയില്ലേ? എന്താണ്ടാ ബെടി കൊണ്ട പന്നിയെ പോലെ? ബേടി കൊള്ളാൻ പോണ പന്നി കുഞ്ഞുമിക്കാണ്. അതെന്ത് ബെടി? നബീസ് പോയോ? പോയി. നബീസ് ജമാലുമായിട്ടുള്ള കല്യാണത്തിന് സമ്മതിച്ചോ? ഓടെ സമ്മതം ആര് ചോദിക്കുന്നു? ചോദിക്കാനും പറയാനുള്ള ആള് വന്നിട്ടുണ്ട്. അതാര്? കണ്ണം വന്നെന്ന്. എന്റെ പടച്ചോനെ, അവൻ വീണ്ടും വന്ന. ജമാല് വീണ്ടും പഴയ ജമാലായേ പറ്റൂ. എന്റെ പടച്ചോനെ, ഈ പെടാപ്പാടൊക്കെ പെട്ടിട്ട് ഉമ്മക്ക് പങ്കപ്പാട് മാത്രമാണല്ലോ മിച്ചം. അത് നിങ്ങളെ കായിന് കൊള്ളാത്തോണ്ട്. നീ കണ്ടോ? ഒരു നോക്ക് കണ്ടു. ആകെ കോലം കെട്ടുപോയി എന്റെ മോള്. ഷെയിംഫുൾ. ഇങ്ങനെ ഏന്തി വലിഞ്ഞു നോക്കാൻ അതെന്താ കാഴ്ച ബംഗ്ലാവാണോ? അതേടാ, ഷെയിൻ തന്നെയാ. സ്വന്തം മരുമകളെയും പേരക്കുട്ടിയും കാണാൻ ഇങ്ങനെ ഒളിഞ്ഞു നോക്കേണ്ടി വരുന്നത് ഷെയിൻ തന്നെയാ. വാശി, ദുരഭിമാനം. ഇപ്പൊ എന്തായടാ? എന്തിനാ അവനെങ്ങനെ വിഷമിപ്പിക്കുന്നത്? വിഷമം ഇവനെന്റെ മകനാണല്ലോ എന്നോർത്താ എനിക്ക് വിഷമം. പക്ഷെ മാധവ മാഷ് എന്റെ അച്ഛനാണല്ലോ എന്ന് ഓർത്ത് ഞാൻ വിഷമിക്കാറില്ല. എടാ, എടാ, എന്ത് എന്ത് എന്ത്
ആണുങ്ങളില്ലാത്ത വീടാ, ഒരു ശ്രദ്ധയില്ല. പിച്ചക്കാരുടെ വേഷം കിട്ടിയ ആൾക്കാർ കുട്ടികളെ തട്ടിക്കൊണ്ടുപോണത്. ഇന്ന് ഞാൻ എടാ റാസ്കൽ തെറ്റിപ്പട്ടി, ചോദിക്കാൻ പറയാൻ ആളില്ലാതെ അയ്യോ അയ്യോ കാണാഭാഗത്തെ മറകിനിപ്പോ ചന്തം കൂടി ഉണ്ടാവോ? ഒന്ന് ഒളിഞ്ഞു നോക്കിയാലോ? അത് വേണ്ട, സ്വന്തം മുതലാരെങ്കിലും കട്ട് തിന്നു. എന്നാലും വ്യസന കട്ട് തിന്നല്ലാതെ എന്താ നിവർത്തി? 2 വർഷം മരുഭൂമി കിടന്നവന്റെ മാനസികാവസ്ഥ അവൾക്കെങ്കിലും മനസ്സിലാവും. റബ്ബേ, പട്ടാ പകല് മോഷണോ? അതും ബാത്റൂം മോഷണം. ഇവനെ അയ്യോ പഠിച്ചോനെ, നീയായിരുന്നോ? നല്ല ഉന്നം നടുവാണ് ഉദ്ദേശിച്ചത്. അതെ, അവിടെ തന്നെ കൊണ്ടു. താങ്ക്സ്. നീ എന്താ ഇവിടെ? ഞാനിപ്പോ എവിടെയാ? കുളിസി കാണാൻ വന്നല്ലേ? അയ്യോ അല്ല, ഒരു പിച്ചക്കാരൻ ഇതിനകത്തുണ്ടാ? ഇതിനകത്തല്ല, പിച്ചക്കാരൻ ഞാൻ എറിഞ്ഞു ഓടിച്ചു. മതി മതി, ആൾക്കാര് കേക്കണ്ട. പുറത്തിറങ്ങിയ നാണക്കാടാ. സ്വന്തം ഭാര്യയുടെ കുളിച്ച് ഹസ്ബൻഡിനെ കാണാന്ന് പറഞ്ഞ അതല്ല കേട്ടവൻ. എന്റെ മോസൂട്ടി, നിനക്ക് എന്റെ മാനസികാവസ്ഥ മനസ്സിലാവില്ല. 2 കൊല്ലം മരുഭൂമിയില് അതേ മരുഭൂമി തന്നെയല്ലേ ഈ ഒട്ടകങ്ങളും കഴിയണത്? അവരാരും ഇതുപോലെ കുളിച്ചും കാണുന്നില്ലല്ലോ. ഞാനല്ല, വീട്ടുകാര് ഒരു ഒട്ടക. ഒട്ടകോ നിക്കടാ അവിടെ. ഓടണം ഞാൻ കണ്ടു. എന്താണ് ഒരു ബഹളം? നീയാ? എന്താ എന്താ? കലങ്ങി ആരാടാ കൊടുത്തത്? ഞാനാ. ക്ഷമിക്കണം, ഞാൻ ആള് മാറിപ്പോയതാ. നബീസ് ഒന്ന് വിചാരിച്ചു. പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, എന്നെ രക്ഷിക്കണം പ്ലീസ്. എന്താണ്ടാ ഇവിടെ? ഒരുത്തൻ ബാത്റൂമിൽ ഓടിക്കറി. ആരാണ്ടാ ബാത്റൂമിൽ കയറിയത്? അപ്പുറത്തെ കണ്ണനാണെന്ന സംശയം. അയ്യോ അള്ളാഹുവാണ്, ഓനെ ഇതിനകത്ത് കാല് കുത്തിയിട്ടില്ല. എന്നാ തലകുത്തിയായിരിക്കും വന്നത്. പിന്നെ ആരാടാ ബാത്റൂമിനകത്ത്? ഒട്ടകത്തെ പോലെ വീട് വെച്ചിട്ട് കറങ്ങി കിടക്കണ കണ്ടല്ലേ? എന്നോട് പറഞ്ഞിട്ടില്ലേ ഈ പടി ചവിട്ടല്ലെന്ന്? ഞാനല്ലേ ചവിട്ടിയത്, ഒട്ടകാണ് ചവിട്ടിയത്. അതിന്റെ അകത്ത് ആരാണെന്ന് അറിയാമോ? ആരാണ്? ആരാ അതാ ചോദിച്ചത്. ആരാണ്ടാ ബാത്റൂമിനകത്ത്? ആരാണ്ട് ബാത്റൂമിനകത്ത്? തുറക്കടാ. ഇറങ്ങി വരാൻ. ചവിട്ടി പൊളിക്കും കേട്ടാ. ഇറങ്ങി വരാനാണ് പറഞ്ഞത്. മരണയില്ലേ? നോക്കടാ. നമ്മടെ സംശയം ശരിയായി. ഇറങ്ങി പാടി. അയ്യേ, ഇതൊരു മാതിരി ക്ലിന്റന്റെ സ്വഭാവം പോലെ ആയിപ്പോയി. അത് ഞാനൊരു പിച്ചക്കാരൻ ഓടി വന്നപ്പോ ഞാൻ അറിയാണ്ട് നാവിട്ടടിച്ച് മിടുക്കനാവാൻ നോക്കണ്ട, അല്ലെങ്കിൽ തന്നെ ഈ ഒരു ചെറ്റയാ. പ്രേമം നടിച്ച് ഒരു പെണ്ണിന്റെ ജീവിതം വഴിയാധാരമാക്കി. ഇപ്പൊ ഈ പെണ്ണിനെ എന്റെ നിരവരാത്ത ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, ഒരാൾ ഒഴിച്ച്. വളഞ്ഞ വഴിയായി പോയെങ്കിലും ഒന്ന് കാണാൻ വന്ന ഈ മനസ്സും ശരീരവും അശുദ്ധമായിട്ടില്ല ഇപ്പോഴും. ഇവന്റെ ചപ്പടാച്ചി ഭർത്താനം കേട്ട് നീ വിശ്വസിക്കരുത്. ഇവനെക്കാട്ടിലും നല്ലവനാ എന്റെ ജമാല്. ഇപ്പൊ പട്ടുപോലത്തെ സ്വഭാവാ. പേടിപ്പിക്കാതെ. എന്തായാലും ഇവിടെ വന്ന് ചെറ്റത്തരം കാണിച്ച് കള്ള പന്നിയെ വെറുതെ വിട്ടാ ശരിയാവില്ല. നച്ചിമോള് പറ, എന്താണ് വേണ്ടത്? ഇവനെ തല്ലണ കൊല്ലണ? എനിക്ക് വേണ്ടി ആരെയും തല്ലിയും കൊല്ലിയും ഒന്നും വേണ്ട. എല്ലാവരും എനിക്കറിയാം. കേട്ടില്ലേ? താൻ എത്ര കാരണം പറഞ്ഞാലും ഓളുടെ മനസ്സ് അത് ഇപ്പോഴും കണ്ണന്റെ ഇല്ല. ഞാൻ വരും, എന്റെ നബീസിനെ കൊണ്ടുപോകും. ഈ ബലാലിനെ വെറുതെ വിട്ടാ ശരിയാവില്ല. എല്ലാം കൊളാക്കിയില്ലേ? കൊളോ? ബാത്റൂം അല്ലേ അത്? അയ്യോ മാഷ്, എന്താ മൂസൂട്ടി? അല്ല മാഷെ, അവിടെ മരുഭൂമിയില് ഒട്ടകം ഇങ്ങനെ പോയപ്പോ എന്റെ കൂടെ സ്വന്തം മരുമോളെയും പേരക്കുട്ടിയും കാണാൻ അച്ഛനും അമ്മയും ഒളിഞ്ഞു നോക്കിയത് അവന് വലിയ ഷെയിമായി പോയി. കണ്ടവന്റെ ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുന്ന ഷെയിമല്ലല്ലടാ. അല്ല മുസുട്ടി, അത് ആക്ച്വലി അല്ല ആക്ച്വലി ഒരു തഴുമൻ ബളകം. അമ്മ